രാവിലെ എഴുന്നേറ്റ് ഒരാൾ സ്ഥിരമായിട്ട് ഓടാൻ പോകും 5 കിലോമീറ്റർ. അയാൾ അതിൽ കൺസിസ്റ്റൻ്റുമാണ്, അയാൾ കറക്റ്റായിട്ട് പോകുന്നുണ്ട്, അയാൾ അതിൽ മാസ്റ്റർ ചെയ്തു. കുറച്ച് കഴിയുമ്പോൾ അയാൾക്കത് ബോറടിച്ച് തുടങ്ങാൻ തുടങ്ങി. അവിടെയാണ് നമ്മൾ ഗോൾഡിലോക്ക് റൂൾ യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് അറിയൂ? അസ്സലാമു അലൈക്കും, ഞാൻ ആദിൽ ആൻഡ് ദിസ് ചാപ്റ്റർ 18, 19, 20 which is the truth about talent, the Goldilocks rule and the downside of creating good habits. ഈ ചാപ്റ്ററിന്റെ കോർ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ സക്സസ് ഇസ് നോട്ട് അബൌട്ട് കൺസിസ്റ്റൻസി ബട്ട് അബൌട്ട് കൺസിസ്റ്റൻസി ഇൻ ദ റൈറ്റ് ലൈൻ. ഈ 3 ചാപ്റ്റർ ലാസ്റ്റത്തെ ഈ ചാപ്റ്ററിന്റെ കൺക്ലൂഷനാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ ലാസ്റ്റത്തെ കുറച്ച് ടിപ്സാണ്. ഇപ്പോൾ ഈ ബോക്സിംഗ് ഒക്കെ പഠിപ്പിച്ചതിൻ്റെ ടീച്ചർ എല്ലാം കഴിയുമ്പോൾ അവസാനം പറഞ്ഞു തരില്ലേ, നമ്മൾ ദേഷ്യം നമുക്ക് കൺട്രോൾ ചെയ്യണം, അങ്ങനെ അവസാനത്തെ കുറച്ച് ടിപ്സ്, ആ ഒരു ടിപ്സാണ് ഈ 3 ചാപ്റ്റർ. സോ ഈ 3 ചാപ്റ്റർ ഈ ഓരോ കോൺസെപ്റ്റ് ഞാൻ എടുത്ത് പറയുന്നില്ല. ഇൻസ്റ്റെഡ് ഞാൻ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ആ എക്സാമ്പിൾ ഞാൻ ഈ 3 കോൺസെപ്റ്റും ഇൻക്ലൂഡ് ചെയ്താണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ കൺസിഡർ ചെയ്യും. 2 റണ്ണേഴ്സ്, ഒരാൾ സ്പ്രിന്റ് ചെയ്യണതും ഒരാൾ മാരത്തോണും. അവരതിലാണ് കൂടുതൽ ചെയ്യാൻ ഇഷ്ടം. സോ അവർ അതിന് ഏറ്റവും നല്ല രീതിയിൽ അവർ ഹാർഡ് വർക്ക് ചെയ്ത് അവർ അതിന് ട്രെയിൻ ചെയ്യുമ്പോൾ രണ്ടുപേരും അതിൻ്റെ പീക്ക് ലെവലിലേക്ക് എത്തും. പക്ഷെ നേരെ മറിച്ച് രണ്ടുപേരും മറ്റയാളുടെ ട്രെയിനിങ് ആണ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ പറ്റുമെന്ന് നിർബന്ധമില്ല. കാരണം ജെനറ്റിക്സ് മാറ്റേഴ്സ്. അതായത് അവർക്ക് ഓരോരുത്തർക്കും ഓരോന്ന് കൊടുത്തിട്ടുണ്ട്, ഓരോ കഴിവുണ്ട്. ചില കഴിവുകളൊക്കെ നമ്മൾ അത് ഇമ്പ്രൂവ് ചെയ്യാനാണ്. സോ നമുക്കുള്ള കഴിവ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മൾ അതിൽ മാസ്റ്റർ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ വേറൊരാളുടെ ഇത് കണ്ടിട്ട് അയാളുടെ കഴിവ് നമുക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അതിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ എവിടെ എത്തൂല. അങ്ങനത്തെ സാഹചര്യമുണ്ട്. സോ ടാലൻറ്റ് നോക്കിയിട്ട് ഓരോ ആൾക്ക് ഉള്ള കഴിവ് നോക്കിയിട്ട് ആ കഴിവ് ഇമ്പ്രൂവ് ചെയ്ത് പീക്ക് ലെവലിലേക്ക് എത്തിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ ഇങ്ങനെ വിചാരിച്ചു നോക്കുക. ഈ സെയിം റണ്ണേഴ്സ് തന്നെ അവർ ഈ ട്രെയിൻ ചെയ്തിട്ട് കുറേ നാളുകൾ ഇങ്ങനെ ട്രെയിൻ ചെയ്ത് അവർ അടിപൊളിയായി കഴിഞ്ഞപ്പോൾ അവർക്ക് അത് ആ ചെയ്ത് തന്നെ പിന്നെയും ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ അവർക്ക് ബോറടിച്ചു തുടങ്ങി, അവർക്ക് മതിയായി തുടങ്ങി. അവിടെയാണ് നമ്മൾ ഗോൾഡിലോക്ക് റൂൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും നമുക്ക് ഒരു റൈറ്റ് ലെവലിൽ നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എന്താണെങ്കിലും ഭയങ്കര ഹാർഡ് ആവാനും പാടില്ല, പക്ഷെ ഭയങ്കര ഈസി ആവാനും പാടില്ല. ആ ഒരു കറക്റ്റ് ആ ലെവലിൽ നമുക്ക് കീപ്പ് ചെയ്യാൻ നോക്കണം. കാരണം ഭയങ്കര ഹാർഡായി കഴിഞ്ഞാൽ എന്നെ കൂടെ പറ്റൂല, നടക്കൂല എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് മടുക്കും. നേരെ മറിച്ച് ഈസി ആയി തുടങ്ങിയാൽ ചിള്ള കേസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓവർ കോൺഫിഡൻസ് ആവും. അറിയാലോ, അങ്ങനെ പയ്യെ ചെയ്യാണ്ടാവും. സോ നമ്മൾ എപ്പോഴും ഒരു ലെവൽ കീപ്പ് ചെയ്യണം. ആ ലെവല് നമ്മൾ എപ്പോഴും സ്റ്റേബിൾ ആക്കാൻ നോക്കണം. അടുത്തത് ദ ഡൗൺ സൈഡ് ഓഫ് ക്രിയേറ്റിംഗ് ഗുഡ് ഹാബിറ്റ്സ്. സംഭവം നമ്മുടെ ഓട്ടോ പൈലറ്റിൽ നമ്മൾ ഹാബിറ്റ് ഓടില്ലേ, അതിനെപ്പറ്റിയാണ്. ഓട്ടോ പൈലറ്റ് ആവും തോറും നമുക്ക് പയ്യെ സത്യം പറഞ്ഞാൽ കുറച്ച് ബോറടിച്ചു തുടങ്ങും. അപ്പോൾ നമ്മത് പയ്യെ ചെയ്യാണ്ടാവും. അവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഒരു 4% ഒന്ന് ലെവൽ കൂട്ടിച്ചേരണം. 4% കുറച്ച് ഹാർഡാക്കി, കുറച്ച് ചാലഞ്ചിങ് ആയിരിക്കണം. എന്ത് ചെയ്യണമെങ്കിലും ചാലഞ്ച് ഇല്ലാത്തടത്തോളം കാലം നമുക്ക് ഒരു ഇതുണ്ടാവില്ല, ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. സോ ഒരു 4% ചാലഞ്ചിങ് ആക്കിയിട്ട് വേണം എപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുക. ഈ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചില ആൾക്കാർ വർഷങ്ങളോളം പ്രാക്ടീസ് ചെയ്യും, പക്ഷേ ഇമ്പ്രൂവ് ആവില്ല. നേരെ മറിച്ച് വിന്നേഴ്സ് ദേ അപ്ഗ്രേഡ്. അവർക്ക് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ അവർ അടുത്ത സ്റ്റേജ് ടാർഗറ്റ് വെക്കും, പിന്നെ അടുത്ത സ്റ്റേജ് ടാർഗറ്റ് വെക്കും. അതാണ് സ്റ്റീവ് ജോബ്സ് പറഞ്ഞത്, നെവർ സെറ്റിൽ. എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം, എപ്പോഴും പ്രാക്ടീസ് ചെയ്ത് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം എല്ലാ കാര്യങ്ങളും. സോ ഇതോടെ ആറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറയുന്ന ബുക്ക് കംപ്ലീറ്റ് ആയി. സോ അടുത്ത ബുക്ക് ഏത് വേണമെന്ന് നിങ്ങൾ പറയണം. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി അടുത്ത ബുക്ക് ഞാൻ ഏത് ചെയ്യണമെന്ന്. സോ ഇൻഷാ അല്ലാഹ് അടുത്ത ബുക്കായിട്ട് വരുന്നത് വരെ ഐ എം ബിൽഡിംഗ് സംതിങ് ബിഗർ. സ്റ്റിക്ക് അറൗണ്ട്. അസ്സലാമു അലൈക്കും.